ബ്ലെസ്സിങ് ടുഡേയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ഈ ആഴ്ചയിൽ ആദ്യത്തെ എപ്പിസോഡാണല്ലോ, അതുകൊണ്ട് തന്നെ ഈ ആഴ്ചയിൽ ദൈവം വലിയ കാര്യങ്ങളാണ് നമ്മളെ പഠിപ്പിക്കാൻ പോകുന്നത്. ദൈവം നമ്മളെ വലിയ വഴികളിലൂടെ, അല്ലെങ്കിൽ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത അഗോചരമായിട്ടുള്ള അല്ലെങ്കിൽ സ്വർഗീയമായിട്ടുള്ള വഴികളിലൂടെ കർത്താവ് നമ്മളെ ഈ ആഴ്ച മുഴുവൻ നയിക്കുവാനായിട്ട് പോകുകയാണ്. സന്തോഷമുള്ളവരൊക്കെ ചേർന്നൊരു ഹാലലുയ പറയാൻ തുടങ്ങിയാൽ, ലൈവ് ചാറ്റിലൊക്കെ ഒരു ഹാലലുയ ഇടാൻ തുടങ്ങിയാലും ദൈവത്തിൻ്റെ ഒരു വലിയ പ്രവൃത്തി ഇന്നത്തെ ദിവസം നടക്കാനായിട്ട് പോവുകയാണ്. നമ്മൾ അതിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. എന്നാൽ ഇന്നത്തെ സ്പോൺസേഴ്സ് ഉണ്ട്. നമുക്ക് ഈ ഒരു പ്രോഗ്രാം നമുക്ക് വേണ്ടി സാധ്യമാക്കി തീർത്ത നമ്മുടെ സ്പോൺസേഴ്സ്. ആദ്യത്തേത് കൊച്ചിയിൽ നിന്ന് നമ്മുടെ പ്രിയപ്പെട്ട ഇടിക്കള എബ്രഹാമാണ്. ഇന്ന് അദ്ദേഹത്തിൻ്റെ ജന്മദിനമാണ്. ഹാപ്പി ബർത്ത്ഡേ. ഞങ്ങൾ മനോജ് എന്ന് വിളിക്കുന്ന മനോജ്, കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ബ്ലെസ്സിങ് ടുഡേയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് അദ്ദേഹം. ദൈവിക അനുഗ്രഹങ്ങൾ തൻ്റെ മിനിസ്ട്രിയിൽ ഉണ്ടാകേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കുന്നു. തൻ്റെ ബിസിനസ്സിൽ അത് വരുവാൻ പ്രാർത്ഥിക്കുന്നു. തൻ്റെ ഫാമിലിയിൽ അതുണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഒപ്പം കർത്താവെ, തൻ്റെ ഭാര്യയെ ഞങ്ങളിപ്പോൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കുടുംബമായി കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി അതിശക്തമായിട്ട് പ്രയോജനപ്പെടുവാൻ ഈ ദിവസങ്ങളിൽ കർത്താവെ ഒരു പുതിയ തലമുറയെ വാർത്തെടുക്കുവാൻ കർത്താവെ അങ്ങ് കൃപ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒപ്പം അവർക്ക് ദാനമായി നൽകിയ 2 ആൺകുട്ടികൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവരെ 2 പേരെയും അനുഗ്രഹിക്കുന്നു. കർത്താവെ, അവരുടെ ജോലി, അവരുടെ ഭാവി സകലത്തിലും അങ്ങയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ. അവരുടെ ഭവനത്തിൽ ബന്ധുക്കളായിട്ട് നിൽക്കുന്ന എല്ലാവരും രക്ഷിക്കപ്പെട്ട് കർത്താവിനെ സ്വീകരിക്കേണ്ടതിനായിട്ട് ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. താങ്ക് യു ലോർഡ്. അടുത്തൊരു കീ സ്പോൺസർ ചെങ്ങന്നൂരിൽ നിന്ന് നാൻസിയാണ്. നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവ്, പുതിയ വാടകക്കാരെ ലഭിക്കുവാൻ ഞങ്ങൾ ഇപ്പോൾ നാൻസിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജോലിക്ക് പോകാനുള്ള ട്രാൻസ്പോർട്ടേഷൻ്റെ സൗകര്യമുള്ളൊരു വീട് തനിക്ക് ലഭിക്കുവാൻ വേണ്ടി ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. താങ്ക് യു ലോർഡ്. അടുത്തൊരു കോ സ്പോൺസർ ഉണ്ട്. ഗോവയിൽ നിന്ന് 2 പേരുണ്ടെന്ന് തോന്നുന്നു. ഒന്ന് ഗോവയിൽ നിന്ന് ഡാന ആൻഡ് ഡാനിഷ് ആണ്. നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. ഡാനയുടെ MA എൻട്രൻസ് എക്സാം നല്ല മാർക്കോടെ പാസ്സാകാൻ, ഗോവ യൂണിവേഴ്സിറ്റിയിൽ സീറ്റ് ലഭിക്കുവാൻ, അതുപോലെ തന്നെ കർത്താവെ, ഡാനിഷിൻ്റെ മാർച്ചിൽ നടക്കുന്ന പരീക്ഷയ്ക്ക് ഉയർന്ന മാർക്കോടെ ആ കുഞ്ഞ് പാസ്സാകേണ്ടതിനായിട്ട് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. ഒപ്പം മറ്റൊരു കോ സ്പോൺസർ കൂടിയുണ്ട്. കൂർഗിൽ നിന്ന് സന്തോഷ് കുമാർ ആൻഡ് പ്രേമജയാണ്. മകൾ നിവേദിതയ്ക്ക് BDS പഠനം അനുഗ്രഹപ്പെട്ട രീതിയിൽ പൂർത്തിയാക്കാൻ സാധിച്ചു. നല്ല ജോലി ലഭിച്ചു. നന്ദി സൂചകമായിട്ടാണ് ഇത് സമർപ്പിച്ചിരിക്കുന്നത്. കൺഗ്രാറ്റുലേഷൻസ് കർത്താവെ. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന ഭവനത്തിലെ എല്ലാവരും രക്ഷിക്കപ്പെടുവാനും ദൈവത്തെ സേവിക്കുവാനും കർത്താവിൻ്റെ അനുഗ്രഹങ്ങളും നന്മകളും ഒക്കെ ഉണ്ടാകാനും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. താങ്ക് യു ലോർഡ്. കർത്താവെ, അങ്ങ് അത്ഭുതകരമായി പ്രവർത്തിച്ചതിനായി നന്ദി പറയുന്നപ്പ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. ഇന്നത്തെ ഈ ഒരു ദിവസത്തെ എപ്പിസോഡ് സ്പോൺസർ ചെയ്ത എല്ലാ സ്പോൺസേഴ്സിനോടുമുള്ള പ്രത്യേകമായിട്ടുള്ള നന്ദി ഞാൻ ഇപ്പോൾ അറിയിക്കുകയാണ്. തുടർന്ന് അനുഗ്രഹിക്കപ്പെട്ട സന്ദേശമാണ് നമ്മൾ കേൾക്കാനായിട്ട് പോകുന്നത്. കഴിഞ്ഞ ആഴ്ചയിൽ തുടർന്നതുപോലെ തന്നെയാണ് ഈ ആഴ്ചയിലും പല ആളുകളും ആവശ്യപ്പെട്ടതുപോലെ വളരെ പ്രധാനപ്പെട്ട ചില സബ്ജക്റ്റുകൾ, പലരുടെയും സംശയങ്ങൾ ഉളവാക്കുന്ന ചില സബ്ജക്റ്റുകൾ. എന്നാൽ അതിൻ്റെ ഉത്തരവൊക്കെ ഇതിന് മുന്നമേയുള്ള കാലഘട്ടത്തിൽ ബ്രദർ ഡാമിൻ നൽകിയിരുന്നു. അതുകൊണ്ട് വീണ്ടും അത് നിങ്ങളുടെ മുന്നിലേക്ക് ഞങ്ങൾ കൊണ്ടുവന്നെത്തിക്കുകയാണ്. ഈ സംശയങ്ങൾക്കുള്ള മറുപടി ആയിട്ടുണ്ട് എന്ന് ഞങ്ങൾ തീർച്ചയായിട്ടും വിശ്വസിക്കുന്നു. തുടർന്ന് നമ്മൾ കേൾക്കാൻ പോകുന്ന വൈ ഡിഡ് ജീസസ് കർസ് ദ ഫിഗ് ട്രീ? എന്തുകൊണ്ടാണ് യേശു കർത്താവ് അത്തിവൃക്ഷത്തെ ശപിച്ചത്? വളരെ ഒരു വലിയ ചോദ്യം തന്നെയാണത്, അല്ലേ? അതിന് ഉത്തരമാണ് നമ്മൾ കേൾക്കാൻ പോകുന്ന. വേഗത്തിൽ ഇന്നത്തെ സന്ദേശത്തിലേക്ക് കടക്കാം. ഇതുവരെ ജോയിൻ ചെയ്ത എല്ലാവരെയും വെൽക്കം ചെയ്യുന്നു. മറ്റുള്ളവരോട് കൂടെ ഇപ്പോൾ ജോയിൻ ചെയ്യാൻ പറയാം. ലൈവായി ചൂടോടെ ദൈവത്തിൻ്റെ വചനം സ്വർഗത്തിൽ നിന്നിറങ്ങി വരുന്ന മന്ന പോലെ ഫ്രഷായി സ്വീകരിക്കാൻ എല്ലാവരോടും റെഡിയാകാൻ പറയുക. ഐ ബിലീവ് ദിസ് ഇസ് എ സീസൺ ചേഞ്ചിങ് ടൈം. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ആത്മീയമായ ഒരു വലിയൊരു ക്ലൈമറ്റ് ചേഞ്ച് നടക്കുന്ന ഒരു സമയമാണ്. കഴിഞ്ഞ ആഴ്ച വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരാഴ്ചയായിരുന്നു. ഹൗ ടു ഡെവലപ്പ് റാഡിക്കൽ ഫെയ്ത്ത്. സാധാരണ എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ വിശ്വാസങ്ങളുണ്ട്. ദൈവം എവിടെയോ ഒരു പരാശക്തിയായി ഉണ്ടെന്നും, കർത്താവ് സൂക്ഷിക്കുമെന്നും, ഒരു ദിവസം നല്ലത് വരുമെന്നും, അങ്ങനെയൊക്കെയുള്ള പ്രത്യാശയും ഒരു പോസിറ്റീവ് ചിന്താഗതിയുമുള്ള ഒത്തിരി പേര് ഭൂമിയിൽ കണ്ടേക്കാം. എന്നാൽ യേശു, അപ്പസ്തോലന്മാർ, പഴയ നിയമത്തിലെ പല ബൈബിൾ കഥാപാത്രങ്ങൾ, പുതിയ നിയമത്തിലെ പല ബൈബിൾ കഥാപാത്രങ്ങൾ, ഇവരിലൊക്കെ ഉണ്ടായിരുന്ന ഒരു റാഡിക്കൽ ഫെയ്ത്ത് ആയിരുന്നു.
അൺകോമൺ ഫെയ്ത്ത്. ഒരു സാധ്യതയുമില്ലാത്ത സമയത്ത് ആഴത്തിൽ ദൈവത്തിൽ വിശ്വസിച്ചു. മോശയെക്കുറിച്ച് പറയുന്നത്, അദൃശ്യനായ ദൈവത്തെ അവൻ കണ്ടതുപോലെ ഉറച്ചു നിന്നു. എത്ര ഭീകര പ്രശ്നം വന്നപ്പോഴും ദൈവത്തെ നേരിട്ട് കണ്ടു നിൽക്കുന്നത് പോലെ അവൻ ഉറച്ചു നിന്നു. വാസ്തവത്തിൽ അവൻ നേരിട്ട് കാണുകയും ചെയ്തു. ഹി വാസ് എ ഫേസ് ടു ഫേസ് പ്രോഫറ്റ്. മുഖാമുഖം ദൈവത്തോട് സംസാരിച്ച പഴയ നിയമത്തിലെ ഏക പ്രവാചകൻ മോശയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇവരിലൂടെയൊക്കെ കർത്താവ് ചെയ്തെടുത്ത കാര്യങ്ങൾ ചരിത്രത്തിൽ സ്ഥാനം പിടിച്ചു. ചരിത്രത്തിൻ്റെ ഗതി മാറി. നിങ്ങളുടെ ജീവിതത്തിലും അസാധാരണമായൊരു വിശ്വാസം ഡെവലപ്പ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ ചരിത്രം മാറുകയാണ്. നിങ്ങളുടെ ജീവിത രീതികൾ മാറുകയാണ്. ഇതുവരെ വളരെ പരിതാപകരമായ രീതിയിൽ ചത്തതിൽ കഷ്ടമേ ജീവിച്ചിരിപ്പത് എന്ന രീതിയിലായിരിക്കും ഒരുപക്ഷെ ചിന്തിച്ച് ഇങ്ങനെ നിരാശയിലും ഡിപ്രഷനിലും മൂഡ് സ്വിങ്സിലും ഒക്കെ ആയിരിക്കും ജീവിക്കുന്നത്. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ അവസ്ഥ മാറുകയാണ്. ഒരു മേജർ എലിവേഷൻ, എക്സോൾട്ടേഷൻ നിങ്ങളുടെ ലൈഫിൽ തരാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. ബൈബിളിൽ ഇങ്ങനെ പറയുന്നു, നീതിമാന്റെ ഗതി മേലോട്ടാകുന്നു. അതിൻ്റെ മനസ്സിലാക്കാവുന്ന ഒരു ട്രാൻസ്ലേഷനിൽ പറയുകയാണെങ്കിൽ, ദ ഡയറക്ഷൻസ് ഓഫ് എ റൈച്ചസ് മാൻ ഈസ് അപ്വേർഡ്സ്. നീതിമാൻ എല്ലായ്പ്പോഴും മുകളിലേക്കാണ് യാത്ര ചെയ്യുന്നത്, ഒരിക്കലും താഴേക്കല്ല. കർത്താവിൽ വിശ്വസിച്ചിട്ടുള്ള എല്ലാവരും നീതിമാന്മാരാണ്. അതുകൊണ്ട് നമ്മുടെ എല്ലാവരുടെയും ഡയറക്ഷൻ, നമ്മുടെ എല്ലാവരുടെയും പോക്ക് മുകളിലേക്ക് അഥവാ ഉയരങ്ങളിലേക്ക്. ക്രിസ്തു എവിടെ ഇരിക്കുന്നു അവിടേക്ക്, നമ്മുടെ പിതാവ് എവിടെയാണോ അവിടേക്ക് ആണ് നമ്മുടെ യാത്ര. ഇങ്ങനെയുള്ളൊരു വിശ്വാസം ഡെവലപ്പ് ചെയ്താലും, അസാധാരണമായ വിശ്വാസം, വലിയ വിശ്വാസം ഡെവലപ്പ് ചെയ്താലും ചില സമയങ്ങളിൽ ഒരുപക്ഷെ വിശ്വാസം ബലഹീനമാകുന്നത് പോലെ തോന്നാം. അബ്രഹാമിൻ്റെ ജീവിതത്തിൽ വിശ്വാസികളുടെ പിതാവ് എന്നറിയപ്പെട്ടിട്ടും തൻ്റെ ജീവിതത്തിൽ കുറച്ച് ഫ്ലക്ച്വേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. എങ്കിലും വീണ്ടും വീണ്ടും ധൈര്യപ്പെട്ട് വിശ്വാസത്തിൽ വീണ്ടും വീണ്ടും ശക്തിപ്പെട്ട് ഉറച്ച് മുന്നിലേക്ക് പോയത് കൊണ്ടാണ് ദൈവത്തിൻ്റെ സ്നേഹിതൻ എന്ന സർട്ടിഫിക്കറ്റ് കരസ്ഥമാക്കാൻ തനിക്ക് സാധിച്ചത്. ഈ തലമുറയിൽ ദൈവത്തിൻ്റെ സ്നേഹിതന്മാരായി വിശ്വാസത്തിൻ്റെ വീരന്മാരും വീരമതികളുമായി ജീവിക്കാൻ കർത്താവ് നമ്മളെയാണ് വിളിച്ചിരിക്കുന്നത്. മാത്രമല്ല, പഴയ നിയമത്തിലെ എല്ലാവരേക്കാളും ശ്രേഷ്ഠമായ ഒരു പദവിയാണ് പുതിയ നിയമത്തിൽ കർത്താവ് നമുക്ക് തന്നിരിക്കുന്നത്. വാട്ട് എ പ്രിവിലേജ്. അപ്പോൾ വിശ്വാസത്തിൽ ബലഹീനമായി പോയാൽ എന്ത് ചെയ്യണം? ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചിന്തിച്ചു. കൂടാതെ വളരെ നെഗറ്റീവായി വിശ്വസിക്കാൻ ഒരു മൂടുമില്ലാത്ത, ജീവിക്കാൻ തന്നെ യാതൊരു മൂടുമില്ലാത്ത നെഗറ്റീവായ സാഹചര്യങ്ങളിൽ ഒരു പോസിറ്റീവായ ചിന്താഗതിയോടെ, മനോഭാവത്തോടെ, നിലപാടോടുകൂടെ എങ്ങനെ നിൽക്കാം, അത് നമ്മൾ കണ്ടു. യെരിഹോ മതിൽ എങ്ങനെയാണ് വീണത്? വളരെ സിമ്പിളാണ്. അതിനെക്കുറിച്ച് ശാസ്ത്രം പലതും ചിന്തിക്കുന്നു. ഒത്തിരി പേര് തലമുണ്ടാക്കുമ്പോൾ വളരെ ലളിതമായി എബ്രായ ലേഖനം 11 എഴുതി വച്ചിരിക്കുന്നു, വിശ്വാസത്താൽ യെരിഹോ മതിൽ വീണു. നിങ്ങളുടെ മുമ്പിലും ഒരു വലിയ യെരിഹോ മതിൽ നിൽക്കുകയാണെങ്കിൽ ചുമ്മാ വിശ്വസിച്ചാൽ മതി, അത് വീഴും. പീരങ്കിയോ മിസൈലോ ഷെല്ലാക്രമണമോ ഒന്നും ആവശ്യമില്ല. ആവശ്യമുള്ളത് വിശ്വാസമാണ്. വിശ്വാസത്താൽ യെരിഹോ മതിൽ താഴെ വീഴും. കഴിഞ്ഞ ആഴ്ചയിൽ ഇതൊക്കെ നമ്മൾ പറഞ്ഞു. ജസ്റ്റ് ഒന്ന് ബ്രഷപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ പറഞ്ഞത്. കഴിഞ്ഞ ആഴ്ചയിലെ ഏതെങ്കിലും ദിവസത്തെ മോർണിംഗ് ഗ്ലോറി നിങ്ങൾക്ക് മിസ്സായിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു അപേക്ഷയാണ്, മിസ്സാക്കരുത്. ബ്ലെസ്സിങ് ടുഡേ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പലരും നിരന്തരം ഇത് വാച്ച് ചെയ്യുന്നുണ്ടെങ്കിലും പലരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല. പലരും എന്നോട് റിക്വസ്റ്റ് ചെയ്യാറുണ്ട്, ബ്രദർ എല്ലാ ദിവസവും ലിങ്ക് അയച്ചു തരുമോ? ഒത്തിരി പേർക്ക് ലിങ്ക് അയക്കുന്നുണ്ട്, എങ്കിലും ചിലർക്കൊക്കെ മിസ്സാകുന്നു. മിസ്സായാലും ലിങ്ക് കിട്ടിയില്ലേലും എല്ലാ ദിവസവും മോർണിംഗ് ഗ്ലോറി വിട്ടുപോകാതെ കാണാനുള്ളൊരു ഉപാധിയാണ് ബ്ലെസ്സിങ് ടുഡേ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക.
രാവിലെ 7 മണിയാകുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിച്ചിരിക്കുക. അത് പ്രസ് ചെയ്താൽ മാത്രം മതി, നേരിട്ട് നിങ്ങൾക്ക് ഈ പ്രോഗ്രാം കാണാൻ കഴിയും. ഇന്ന് ഒരുപക്ഷെ നിങ്ങൾ ചിന്തിച്ചിട്ടില്ലാത്ത, അല്ലെങ്കിൽ ഒരുപക്ഷെ പല പ്രാവശ്യം ചിന്തിച്ചിട്ടും ഒരന്തവും കിട്ടിയിട്ടില്ലാത്ത ഒരു കാര്യമാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. Why did Jesus curse the fig tree? യേശുവിൻ്റെ ശുശ്രൂഷ കാലത്ത് ഒരു പ്രാവശ്യം കർത്താവ് ശപിച്ചു. ആരെയാണ് ശപിച്ചത്? ഒരു വൃക്ഷത്തെ ശപിച്ചു, ഒരു അത്തിവൃക്ഷത്തെ ശപിച്ചു. എന്തുകൊണ്ട് യേശു കർത്താവ് അത്തിവൃക്ഷത്തെ ശപിച്ചു? എന്താണ് കാരണം? അതിൻ്റെ പിന്നിൽ കർത്താവ് എന്താണ് കണ്ടത്? അതിൽ നിന്ന് നമുക്കുള്ള പാഠം എന്താണ്? ഈ കാര്യമാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. നമ്മുടെ നിത്യജീവിതത്തിൽ ആവശ്യമുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. മോർണിംഗ് ഗ്ലോറിയിൽ കേൾക്കുന്ന 99% വേണ്ട 100% പ്രായോഗിക ജീവിതത്തിൽ അപ്ലൈ ചെയ്യാവുന്ന കാര്യങ്ങൾ മാത്രമാണ്. ഐ ബിലീവ് ഇൻ പ്രാക്ടിക്കൽ ക്രിസ്ത്യൻ ലൈഫ്. പ്രായോഗിക ക്രിസ്തീയ ജീവിതമാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ക്രിസ്ത്യൻ ഫെയ്ത്ത് ഈസ് നോട്ട് ജസ്റ്റ് എ ക്രീഡ് ഓർ ബിലീഫ് സിസ്റ്റം. ഒരു ക്രിസ്തീയ വിശ്വാസം എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു മതത്തിൻ്റെ ഉപദേശങ്ങളുടെ സംഹാരം ചുമ്മാ വിശ്വസിക്കുന്നതല്ല. ഇറ്റ്സ് എൻ എക്സ്പീരിയൻസ്. വി കൻ എൻജോയ് ദിസ് ക്രിസ്ത്യൻ ലൈഫ്. നമുക്ക് മർക്കോസിന്റെ സുവിശേഷത്തിലേക്ക് വരാം. 11-ാം അധ്യായം 12 മുതൽ 14 വരെയും 19 മുതൽ 25 വരെയും. മാർക്ക് 11:12-14 and 19-25. അത്രയും ഭാഗങ്ങൾ നമുക്കൊന്ന് വായിച്ചു നോക്കാം. The next day, as they were leaving Bethany, Jesus was hungry. Seeing in the distance a fig tree in leaf, he went to find out if it had any fruit. When he reached it, he found nothing but leaves, because it was not the season for figs. Then he said to the tree, "May no one ever eat fruit from you again." And his disciples heard him say that. Verse number 19-21. When evening came, Jesus and his disciples went out of the city. In the morning, as they went along, they saw the fig tree withered from the roots. Peter remembered and said to Jesus, "Rabbi, look, the fig tree you cursed has withered." അനേക പ്രാവശ്യം തലപുണ്ണാക്കിയിട്ടുള്ളൊരു ഭാഗമാണിത് പലരുടെയും ജീവിതത്തിൽ. യേശുവിനെ വിശന്നിട്ട് ഒരു അത്തിവൃക്ഷത്തിൻ്റെ അടുക്കൽ ചെല്ലുന്നു. അവിടെ ചെല്ലുമ്പോൾ ആ വൃക്ഷത്തിൽ, അത്തിയിൽ ഇലകൾ മാത്രമേ ഉള്ളൂ. അതിൽ പഴങ്ങളില്ല, അത്തിപ്പഴങ്ങളില്ല. പ്രത്യേകിച്ച് അവിടെ എടുത്തു പറയുന്നുണ്ട്, അത് അത്തിപ്പഴത്തിൻ്റെ കാലമല്ല, അത് സീസണേ അല്ല. അപ്പൊ സീസൺ അല്ലെങ്കിൽ പിന്നെ എന്തിന് യേശു ആ അത്തിവൃക്ഷത്തെ പഴമില്ല എന്ന കാരണത്താൽ, അത്തിപ്പഴമില്ല എന്ന കാരണത്താൽ ശപിച്ചു? Isn't it a little odd? നമ്മൾ ചിന്തിക്കാം, എന്തിനാ കർത്താവ് അത് ശരിക്കും ന്യായമാണോ? അങ്ങനെ ശപിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു എന്ന് നമുക്ക് ചിന്തയിൽ വരാം. എന്നാൽ ചില കാര്യങ്ങൾ അത്തിവൃക്ഷത്തെക്കുറിച്ചും സീസണുകളെക്കുറിച്ചൊക്കെ ഒന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ തീരാവുന്ന പ്രശ്നമേ ഇവിടെയുള്ളൂ. എങ്കിലും ഞാൻ സാധാരണ പറയാറുള്ളൊരു കാര്യം, യേശു എന്തെങ്കിലും ഒരു കാര്യം ചെയ്താൽ അതിൽ ഡയറക്റ്റ് അതിനൊരു ഉദ്ദേശം കാണും. കൂടാതെ അതിൻ്റെ പിന്നിൽ ഒത്തിരി ആത്മീയ തത്വങ്ങൾ നമുക്ക് പഠിക്കാൻ കഴിയും. യേശുവിനെ ഫോളോ ചെയ്ത് പലതും നമുക്ക് ചെയ്യാനും കഴിയും. ഇങ്ങനെ ഒരു ഡയമണ്ടിൻ്റെ വിവിധ കട്ട്സ് പോലെ പല ആസ്പെക്റ്റുകളിൽ, പല വശങ്ങളിൽ നിന്ന് നോക്കിയാൽ പല കാര്യങ്ങൾ ജ്ഞാനത്തിൽ മനസ്സിലാക്കാൻ ഇതിലൂടെ നമുക്ക് സാധിക്കും. കാര്യം ഇത്രയേ ഉള്ളൂ. യേശു വിശന്നിട്ട് അത്തിവൃക്ഷത്തെ സമീപിക്കുന്നു. പ്രതീക്ഷയോടെ അതിൽ പഴങ്ങളുണ്ടോ എന്ന് നോക്കുന്നു. ഇല്ല, ഇലകൾ മാത്രമേ ഉള്ളൂ. ശപിക്കുന്നു. മർക്കോസ് രേഖപ്പെടുത്തുന്നത് പിറ്റേ ദിവസം ഏകദേശം 24 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ആ വഴിയായി വീണ്ടും അവർ വന്നു. പത്രോസ് ഒരു കാര്യം ശ്രദ്ധിക്കുന്നു. ഇന്നലെ യേശു ശപിച്ച, തലേന്നാൾ യേശു ശപിച്ച ആ വൃക്ഷം മുഴുവൻ ഉണങ്ങി നിൽക്കുകയാണ്. അത് യേശുവിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. അതിനുശേഷം കർത്താവ് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇത്രയും കാര്യങ്ങൾ മനസ്സിൽ വയ്ക്കുക. ഇനി എന്തുകൊണ്ട് യേശു ഈ അത്തിവൃക്ഷത്തെ ശപിച്ചു? ഇസ്രായേലിൽ
അത്തിവൃക്ഷത്തിൻ്റെ പ്രത്യേകത, ഇലകൾ ഉണ്ടാകുമ്പോൾ തന്നെ അതിനോടൊപ്പം പഴങ്ങളും ഉണ്ടാകും. അങ്ങനെയാണ് ഈ അത്തിവൃക്ഷത്തെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. അവിടെ സീസണുകളിൽ ഫലം കായ്ക്കുന്നത് അങ്ങനെയാണ്. ഇലകൾ പുറപ്പെടുമ്പോൾ ഏകദേശം അതിനോടൊപ്പം അല്ലെങ്കിൽ തൊട്ട് പിന്നാലെ പഴങ്ങൾ കൂടെ വരും. അത്തിപ്പഴത്തിൻ്റെ കാലമല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം ഇലകളുടെയും കാലമല്ല. ഇലകളും അതിൽ കാണാൻ പാടില്ല. ഇലകളില്ലാതെ ശിഖരങ്ങൾ മാത്രമായി നിൽക്കേണ്ട ഒരു കാലമാണ്. പക്ഷെ ഇലകൾ വന്നു, എന്നാൽ കായ്കൾ വന്നില്ല. പല വേദപണ്ഡിതന്മാരും ഈ അത്തിവൃക്ഷത്തെ വിളിക്കുന്നത് ഹിപ്പോക്രറ്റ് എന്നാണ്. കപടഭക്തിക്കാരനായ, കപടനാട്യക്കാരനായ ഒരു അത്തിവൃക്ഷം. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, ഒന്നുകിൽ ഇലകളും പഴങ്ങളും ഒരുമിച്ചുണ്ടാകണം, ഇല്ലെങ്കിൽ ഇലകളും ഉണ്ടാകാൻ പാടില്ല, പഴങ്ങളും ഉണ്ടാകാൻ പാടില്ല. പക്ഷെ കപടനാട്യക്കാരനെ പോലെ പഴങ്ങളുള്ളതായി അഭിനയിച്ചുകൊണ്ട്, വൃക്ഷത്തിൽ ഇലകൾ കണ്ടാൽ എൻ്റെ അർത്ഥം അതിൻ്റെ കൂടെ പഴങ്ങളുണ്ടെന്നാണ്. പക്ഷെ അവിടെ ചെല്ലുമ്പോൾ പഴങ്ങളില്ല. ചതിക്കുന്ന, വഞ്ചിക്കുന്ന, കപടനാട്യം കാണിക്കുന്ന, അഭിനയക്കാരനായ ഒരു വൃക്ഷത്തെയാണ് അവിടെ കാണിക്കുന്നത്. യേശു അതുകൊണ്ട് തന്നെ അതിനെ ശപിച്ചു. ഒന്നുകിൽ രണ്ടുമില്ലാതെ നിന്നാ മതിയായിരുന്നു. എന്തിനീ അഭിനയം? ഉണ്ടെങ്കിൽ രണ്ടും വേണമായിരുന്നു. സോ അങ്ങനെ ഒരു വൃക്ഷം മറ്റുള്ളവർക്ക് വാഗ്ദാനം നൽകുന്നു, എന്നിൽ പഴമുണ്ട്, അടുത്തു വരുമ്പോൾ പഴമില്ല, ഫലമില്ല. ഫലമുണ്ടെന്ന് അഭിനയിക്കുകയും ഫലമില്ലാതിരിക്കുകയും ചെയ്യുന്ന അവസ്ഥ എവിടെയുണ്ടോ അതിനെ കർത്താവ് ശപിക്കും. ഫലം കായ്ക്കാത്തതിൻ്റെ മേൽ ശക്തിയേറിയ ഒരു ശാപം കിടപ്പുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ ഒരു വചനം നമുക്ക് ഈ സമയത്തൊന്ന് നോക്കാം. യോഹന്നാൻ 15:6 വചനം. ഇഫ് യു ഡു നോട്ട് റിമെയിൻ ഇൻ മീ, you are like a branch that is thrown away and withers. Such branches are picked up, thrown into the fire and burned. നിങ്ങൾ എന്നിൽ വസിക്കുന്നില്ലെങ്കിൽ, എന്നിൽ വസിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഫലം കായ്ക്കാൻ കഴിയൂ. എന്നാൽ വസിക്കുന്നില്ലെങ്കിൽ ഫലമുണ്ടാകുകയില്ല. അങ്ങനെ ഫലം കായ്ക്കാത്ത എല്ലാ കൊമ്പുകളും എല്ലാ ബ്രാഞ്ചുകളും അത് വാടിപ്പോകും, അത് ഉണങ്ങിപ്പോകും. മാത്രമല്ല അങ്ങനെയുള്ള ശാഖകൾ മുഴുവനും എടുത്ത് തീയിൽ ഇട്ട് ചുട്ടുകളയും. വളരെ വ്യക്തമല്ലേ? ബി ഫ്രൂട്ട്ഫുൾ എന്ന പേരിൽ തന്നെ ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ഒരു സന്ദേശം പ്രസംഗിച്ചത് ഞാൻ ഇന്ന് ഓർക്കുന്നതിന്. നമുക്ക് സെൽ ഗ്രൂപ്പ് മെറ്റീരിയൽസ് ഒക്കെ ഉണ്ടായിരുന്നു. ഫലം കായ്ക്കുക. ദൈവം നമ്മെ ഈ ഭൂമിയിൽ നട്ടിരിക്കുന്നതും ഫലം കായ്ക്കാനാണ്. കുറച്ച് ഫലം കായ്ക്കുകയാണെങ്കിൽ അത് ചെത്തിപിടിപ്പാക്കും. എന്തിനു വേണ്ടി? കൂടുതൽ ഫലം കായ്ക്കാൻ. എന്നാൽ ഒട്ടും ഫലം കായ്ക്കാതിരിക്കുന്ന അനുഭവം ഉണ്ടെങ്കിൽ തീർച്ചയായും അതിനെ വെട്ടിക്കളയും. അതിൻ്റെ മേൽ ഒരു ശാപം ഉണ്ട്. ഭൂമിയിലുള്ള ഫലം കായ്ക്കാത്ത ഏത് പേർപ്പസിന് വേണ്ടി കർത്താവ് സൃഷ്ടിച്ചോ ആ പേർപ്പസ് മീറ്റ് ചെയ്യാത്ത സകലത്തിൻ്റെ മേൽ ബൈ ഡിഫോൾട്ട് ഒരു വലിയ ശാപം കിടപ്പുണ്ട്. എൻ്റെ സഹോദരീ സഹോദരന്മാരെ, എല്ലാവരോടും ചിരിക്കുന്ന മുഖത്തോടു കൂടിയാണ് ഞാൻ പറയുന്നതെങ്കിലും ഗൗരവമുള്ളൊരു കാര്യമാണ് ഞാൻ പറയുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ, നമ്മുടെ ജീവിതത്തിൽ നാം ദൈവത്തിനു വേണ്ടി ഫലം കായ്ക്കുന്നില്ലെങ്കിൽ ഒരു ശാപം നമ്മുടെ മേൽ കിടപ്പുണ്ട്. എന്തിനു വേണ്ടി നമ്മളെ ആക്കി വെച്ചു, അതിൽ നമ്മൾ ഫലം കായ്ച്ചേ പറ്റൂ. ഉദാഹരണത്തിന് നമ്മൾ രക്ഷിക്കപ്പെട്ടു. എഫെസ്യ ലേഖനം 2:10 അനുസരിച്ച് സൽപ്രവൃത്തികൾക്ക് വേണ്ടി നാം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. സൽപ്രവൃത്തികൾ ഫലമാണ്. ഏത് വൃക്ഷത്തെയും ഫലം കൊണ്ട് അറിയാം. നല്ല വൃക്ഷത്തിൽ നിന്നും നല്ല ഫലം, ചീത്ത വൃക്ഷത്തിൽ നിന്നും ചീത്ത ഫലം. വളരെ സിമ്പിൾ. ഈ ട്രീ എങ്ങനെയുണ്ട്? നല്ലതാണോ? ലുക്ക് അറ്റ് ദ ഫ്രൂട്ട്. ഈ വ്യക്തി, ഈ മനുഷ്യൻ നല്ലതാണോ ഇല്ലയോ എങ്ങനെ അറിയാം? ലുക്ക് അറ്റ് ദ ഫ്രൂട്ട്സ്. ഫ്രൂട്ട്സ് എന്താണ്? വർക്ക്സ്, ഡീഡ്സ്, നമ്മൾ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങൾ. ദൈവത്തിന് വേണ്ടി ഫലം കായ്ക്കാനാണ് നമ്മളെല്ലാവരെയും കർത്താവ് വൃക്ഷങ്ങളാക്കി ഈ ഭൂമിയിൽ നട്ടിരിക്കുന്നത്. അനേക സ്ഥലങ്ങളിൽ മനുഷ്യരെ വൃക്ഷങ്ങൾ ഫലം കായ്ക്കുന്നതിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഉദാഹരണത്തിന് 1-ാം സങ്കീർത്തനത്തിൽ
ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തെ രാപകൽ ധ്യാനിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതുമായ നല്ല വൃക്ഷം പോലെ ഇരിക്കും. അതിൽ ഉഷ്ണം തട്ടുമ്പോൾ അതിൻ്റെ ഇല വാടുകയില്ല. സോ അനേക സ്ഥലങ്ങളിൽ നമ്മെ വൃക്ഷങ്ങളാക്കി ഉപമിച്ച് കർത്താവ് സംസാരിച്ചിട്ടുണ്ട്. ഓരോ വൃക്ഷത്തിലും കർത്താവ് പ്രതീക്ഷിക്കുന്നത് ഫലമാണ്. ആ ഫലം നൽകുന്നില്ലെങ്കിൽ അതിൻ്റെ മേൽ ഒരു ശാപമുണ്ട്. മറ്റൊരു വചനം കൂടി നമുക്കൊന്ന് വായിക്കാം. 2 Timothy chapter 4 and verse number 2. 2 തിമോത്തിയോസ് 4 രണ്ടാമത്തെ വചനം. Preach the word, be prepared in season and out of season, correct, rebuke and encourage with great patience and careful instruction. നമ്മളോട് പറഞ്ഞിരിക്കുന്ന, പ്രത്യേകിച്ച് ശുശ്രൂഷ ചെയ്യുവാൻ വിളിക്കപ്പെട്ട എല്ലാവരും ശുശ്രൂഷ ചെയ്യാൻ വിളിക്കപ്പെട്ടവരാണ്, അവരോടുള്ള ശക്തിയേറിയ ഒരു ഇൻസ്ട്രക്ഷൻ. പ്രീച്ച് ദ വേർഡ്, വചനം പ്രസംഗിക്കുക. ബി പ്രിപ്പേർഡ് ഇൻ സീസൺ ആൻഡ് ഔട്ട് ഓഫ് സീസൺ. ഇതെന്നെ വളരെ ടച്ച് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. സീസണിലും ഔട്ട് ഓഫ് സീസണിലും, ശരിയായ അനുകൂലമായ കാലത്തും അനുകൂലമല്ലാത്ത കാലത്തും, അല്ലെങ്കിൽ എല്ലായ്പ്പോഴും. നമ്മൾ സാധാരണ പറയേണ്ടത് ഇത് മാമ്പഴത്തിൻ്റെ കാലമാണ്. മാമ്പഴത്തിൻ്റെ കാലമാകുമ്പോൾ എല്ലാ ഫ്രൂട്ട് സ്റ്റോളുകളിലും ധാരാളം പലതരത്തിലുള്ള മാംഗോസ് കാണാം. സ്റ്റിക്കർ ഒട്ടിച്ചത്, സ്റ്റിക്കർ ഒട്ടിക്കാത്തത്, മെഴുക് പുരട്ടിയത്, മെഴുക് പുരട്ടാത്തത്, ഭംഗിയുള്ള ക്രേറ്റ്സിൽ വരുന്നത്, സാധാരണ കൂമ്പാരമായി കൂട്ടിവെച്ചിരിക്കുന്നത്, നാടൻ, സേലം, ഓസ്ട്രേലിയൻ, പുറത്തുനിന്ന് വരുന്നത്, പലതരം കാണും. എന്നാൽ സീസൺ അല്ലെങ്കിൽ വളരെ റെയർ, അപൂർവമായിട്ടേ അവിടേക്ക് ഇത് കാണുള്ളൂ. ഭയങ്കര വിലയുമായിരിക്കും. സീസണിൽ വില കുറയും, സീസൺ അല്ലെങ്കിൽ വില കൂടും. എന്നാൽ ഒരു ദൈവ പൈതലിന് സീസണും ഓഫ് സീസണും ഒന്നുമില്ല. എല്ലായ്പ്പോഴും ഒരുങ്ങിയിരിപ്പീൻ. എല്ലാവരും അതൊന്ന് ലൈവ് ചാറ്റിലിടണം. എല്ലായ്പ്പോഴും ഒരുങ്ങിയിരിപ്പീൻ. സീസണിലും ഓഫ് സീസണിലും ഔട്ട് ഓഫ് സീസണിലും ഒരുങ്ങിയിരിക്കണം. ബി പ്രിപ്പേർഡ് ഓൾവേസ്. യേശുവിൻ്റെ രണ്ടാം വരവിനെ കുറിച്ചും നമ്മോട് പറഞ്ഞിരിക്കുന്നത് എല്ലായ്പ്പോഴും ഒരുങ്ങിയിരിപ്പിൻ. അവൻ വരുന്നത് എപ്പോഴാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. നാളും നാഴികയും നമ്മളോട് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് എല്ലായ്പ്പോഴും ഒരുങ്ങിയിരിപ്പിൻ. മത്തായി 25 10 കന്യകമാരുടെ ഉപമ പറയുമ്പോൾ അവിടെയും പറഞ്ഞിരിക്കുന്നത് 5 കന്യകമാർ വിളക്കിൽ എണ്ണയുമായി ഒരുങ്ങിയിരുന്നു. മറ്റവർ 5 എണ്ണം ബുദ്ധിയില്ലാത്തവരായിരുന്നു, വിളക്കിൽ എണ്ണയിടത്തില്ല, ഒരുങ്ങിയിരുന്നില്ല. They were not at all prepared. ഒരു പരീക്ഷ വരുമ്പോൾ, പരീക്ഷാ സീസൺ വരുമ്പോൾ, എല്ലാവർക്കും അറിയാം, ഒരു കോഴ്സ് എടുത്താൽ ഏത് ക്ലാസ്സിൽ പഠിച്ചാലും, സ്കൂളിലാണെങ്കിലും കോളേജിലാണെങ്കിലും യൂണിവേഴ്സിറ്റിയിലാണെങ്കിലും പരീക്ഷ വരും. എല്ലാവർക്കും അറിയാം, എല്ലാ കുട്ടികൾക്കും അറിയാം പരീക്ഷ വരും. ചിലപ്പോൾ ലേറ്റായിട്ടായിരിക്കും പരീക്ഷയുടെ ഡേറ്റ്സ് ഡിക്ലെയർ ചെയ്യുന്നത്, പക്ഷെ പരീക്ഷ വരുമെന്നറിയാലോ. എല്ലായ്പ്പോഴും ഒരുങ്ങിയിരിക്കുന്ന കുട്ടികൾക്ക് പരീക്ഷ വരുമ്പോൾ ടെൻഷൻ ഇല്ലെങ്കിൽ അവർക്കും ടെൻഷൻ, പാരൻസിനും ടെൻഷൻ, ടീച്ചേഴ്സിനും ടെൻഷൻ. മൊത്തത്തിൽ പിരിമുറുക്കത്തിൻ്റെ കാലമായിട്ട് അത് മാറും. എന്നാൽ എല്ലായ്പ്പോഴും ഒരുങ്ങിയിരിക്കുകയാണെങ്കിലോ ആ പ്രശ്നമില്ല. ശുശ്രൂഷകരോടും ദൈവമക്കളോടും പറയണം, എല്ലായ്പ്പോഴും നിങ്ങൾ ഒരുങ്ങിയിരിക്കുക. മറ്റുള്ളവരെ കറക്റ്റ് ചെയ്യാൻ, എൻകറേജ് ചെയ്യാൻ, ശാസിക്കാൻ ദൈവവചനം എല്ലായ്പ്പോഴും കയ്യിൽ വേണം. എന്ന് മാത്രമല്ല, വളരെ ദീർഘക്ഷമയോടുകൂടെ കെയർഫുള്ളായി മറ്റുള്ളവർക്ക് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാനാണ് പൗലോസ് ആ വചനത്തിൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സോ ഞാൻ പറഞ്ഞു വന്ന കാര്യങ്ങളൊന്ന് കൺക്ലൂഡ് ചെയ്യുകയാണ്. ഇതിൻ്റെ ചില കാര്യങ്ങൾ നമുക്ക് നാളെ ചിന്തിക്കേണ്ടി വരും. അതിനുമുമ്പ് ഒരു സംശയം നിങ്ങളോട് ഞാൻ ചോദിക്കാം. ബൈബിളൊക്കെ ഒത്തിരി വായിച്ചിട്ടുണ്ടല്ലോ, നിങ്ങളോട് ചോദിക്കുക. മർക്കോസ് പറയുന്നത് ശിഷ്യന്മാർ പിറ്റേ ദിവസം ആ വഴി പോയപ്പോൾ അത് ഉണങ്ങിയതായിട്ട് കണ്ടു. എന്നാൽ മത്തായിയുടെ സുവിശേഷത്തിൽ കാണുന്നത് അത് ഉടൻ ഉണങ്ങിപ്പോയി എന്നാണ്. ഇതിലേതാ ശരി? മത്തായി പറയുന്നതാണോ ശരി? മർക്കോസ് പറയുന്നതാണോ ശരി? നിങ്ങളുടെ അഭിപ്രായം എന്താണ്? പറ്റുവാണെങ്കിൽ കമൻറ്റ് ബോക്സിലേക്ക് ഒന്ന് ഇട്ട് വയ്ക്കുക. നാളെ ഞാൻ എൻ്റെ മറുപടി പറയും. പക്ഷേ ഒന്ന് ചിന്തിച്ചു വെച്ചേ, അന്ന് തന്നെ അപ്പോൾ തന്നെ ഉണങ്ങിപ്പോയോ, അതോ പിറ്റേ ദിവസം ഏകദേശം 24 മണിക്കൂർ കഴിഞ്ഞപ്പോഴാണോ അത്തിവൃക്ഷം ഉണങ്ങിയത്? ഏതാണ് ശരി? ചിന്തിച്ചിട്ട് കമൻറ്റ് ബോക്സിലൊക്കെ ഒന്ന് ഇടുക. നാളെ നമുക്ക് ഒരുമിച്ച് ഒന്നുകൂടെ ചിന്തിക്കാൻ കഴിയും. ഞാൻ
ആൻറ്റിയുടെ പേര് സൂസൻ ജോർജ് എന്നാണ്. ദീപക് എന്ന് പറയുന്ന എൻ്റെ മകൻ്റെ ഒരു സാക്ഷ്യവുമായിട്ടാണ് ആൻറ്റി ഇവിടെ നിൽക്കുന്നത്. മകൻ തിരുവല്ലയിലാണ് ജോലി ചെയ്യുന്നത്. ഈ ദിവസം രാത്രിയിൽ ജോലി കഴിഞ്ഞ് റാന്നിയിലേക്ക് തൻ്റെ ഭവനത്തിലേക്ക് വരുന്ന സമയത്ത് ഒരു തൻ്റെ ബൈക്ക് ആക്സിഡൻ്റ് ആയി. അതെ, ഒരു നമ്മുടെ ഈ കേബിൾ കുഴിയിലേക്ക് പോവുകയും സംഭവിച്ചത് തൻ്റെ തലയിലുള്ള ആ ഹെൽമെറ്റ് പൊട്ടി എൻ്റെ തൊട്ടടുത്ത് ഒരു സെക്യൂരിറ്റി നിൽപ്പുണ്ടായിരുന്നു. തൻ്റെ അടുത്തേക്ക് അതിൻ്റെ ഒരു പീസ് പോയതുകൊണ്ട് ആൻറ്റി പറയുന്ന ഒരു ദൈവദൂതനെ പോലെ ഒരാളെ അവിടെ കൊണ്ടാക്കി. അതുകൊണ്ട് വളരെ വേഗം അദ്ദേഹം തന്നെ ആൾക്കാരെ വിളിച്ചുകൂട്ടി അടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അതിൻ്റെ അപ്പോൾ തന്നെ വലത് കൈക്ക് 2 ഒടിവുണ്ടായിരുന്നു. പ്ലാസ്റ്റർ ഇട്ടു, വീട്ടിലേക്ക് പോയി. പക്ഷെ ഒരു 5 മാസം 6 മാസം കഴിഞ്ഞിട്ടും പൂർണ്ണമായിട്ടും കൈ ഉയർത്താനോ ചലിപ്പിക്കാനോ ആ കൈ കൊണ്ട് സ്വാതന്ത്ര്യത്തോടൊന്നും ചെയ്യാൻ പറ്റാണ്ടായി. അങ്ങനെ മറ്റൊരു ഹോസ്പിറ്റലിലേക്ക്, തൃശ്ശൂരിലുള്ള മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് ചെന്ന് നോക്കിയപ്പോഴാണ് സ്കാൻ ചെയ്തപ്പോൾ ശരീരത്തിൽ എൻ്റെ തോളെല്ലിന് എൻ്റെ ക്ഷതമേറ്റിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നെർവസിനൊക്കെ ക്ഷതമേറ്റത് കൊണ്ടാണ്. രണ്ടാമതും അതുകൊണ്ട് ആ കൈക്ക് സർജറി നടത്തി. അതിനുശേഷം ഡോക്ടേഴ്സ് പറഞ്ഞത് ഒരു വർഷമെങ്കിലും കുറഞ്ഞത് വേണ്ടി വരും സാധാരണ പോലെ ഈ കൈ ആവാൻ എന്നാണ് ആൻറ്റിയോട് പറഞ്ഞത്. അപ്പോൾ തന്നെ നമ്മുടെ ബ്ലെസ്സിങ് ടുഡേ പ്രോഗ്രാം കാണുന്നുണ്ട്. ആൻറ്റി നമ്മുടെ കോൾ സെൻ്ററിലേക്ക് വിളിച്ചു പ്രാർത്ഥിച്ചപ്പോൾ അവിടെ നിന്നും മറുപടി കിട്ടിയത് ഇങ്ങനെയാണ്: ദൈവത്തിന് ഒരു നിമിഷം മതി സൗഖ്യമാക്കാൻ. എല്ലാവരും ഒന്ന് പറഞ്ഞു, ദൈവത്തിന് ഒരു നിമിഷം മതി സൗഖ്യമാക്കാൻ. ഓക്കെ, ആ ഒരു മറുപടി വിശ്വസിച്ചു. ഡോക്ടേഴ്സ് പറഞ്ഞത് 1 വർഷമെങ്കിലും വേണമെന്നാണ്. പക്ഷെ ആൻറ്റി പറയുന്നത് 1 വർഷമെന്ന് പറഞ്ഞ സ്ഥാനത്ത് ഈ പ്രാർത്ഥനയിൽ വിശ്വസിച്ചുകൊണ്ട് തന്നെ 6 മാസം കൊണ്ട് തന്നെ തൻ്റെ കൈക്ക് പൂർണ്ണ സൗഖ്യം വന്നു. എനിക്ക് അതുകൊണ്ട് എല്ലാം ഇപ്പോൾ വാഹനം ഓടിക്കുന്നു, അഡ്മിനിസ്ട്രേഷൻ കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട്, ഒരു കുഴപ്പമില്ലെന്നാണ്. അതുകൊണ്ട് ആക്സിഡന്റ് സമയത്ത് ദൈവദൂതനെ പോലെ ദൈവം ആളെ അയച്ചു. അവിടെ അതുകൊണ്ട് മരണത്തിൽ നിന്ന് മാറി ദൈവം അത്ഭുതം ചെയ്തു എന്നാണ് ആൻറ്റി പറയുന്നത്. കാര്യങ്ങളെ ഉയർത്തി യേശുവിന് നന്ദി പറയാം. കർത്താവ് ആ യുവാവിന് കൊടുത്ത അത്ഭുതകരമായ വേഗത്തിലുള്ള സൗഖ്യത്തിനായി ഞങ്ങൾ ഒരുമിച്ച് നന്ദി പറയുന്നു. ആക്സിഡൻറ്റിൽ അകപ്പെട്ട് ആരെങ്കിലും ഭവനങ്ങളിൽ കഴിയുകയോ ഇതുപോലെ പ്രയാസത്തിലായിരിക്കുകയോ ഇത്ര നാൾ വേണമെന്ന് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ ഒരു ഡിവൈൻ എക്സലറേഷൻ കർത്താവ് തരികയാണ്. വേഗത്തിൽ സൗഖ്യങ്ങൾ നടക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ആമേൻ. നമുക്ക് ഒരുമിച്ച് ഈ സമയത്തൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവെ, തിരുനാമത്തിൽ അനുഗ്രഹിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. വയറിനകത്ത് ഭയങ്കരമായ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ചിലരെ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുന്നു. പൈൽസ് രോഗം സൗഖ്യമാകുന്നുണ്ട് യേശുവിൻ്റെ നാമത്തിൽ. തീരാരോഗങ്ങൾ ഒക്കെ മാറുന്നുണ്ട്. യേശു അത്തിവൃക്ഷത്തെ ശപിച്ചതുപോലെ ചുമ്മാ വെള്ളവും വളവും സൂര്യപ്രകാശവും എല്ലാം എടുത്ത് ആഗിരണം ചെയ്ത് ചുമ്മാ സ്ഥലം കളയുന്ന, ഒത്തിരി അങ്ങോട്ട് കൊടുക്കുന്നു പക്ഷെ ഇങ്ങോട്ട് പ്രയോജനമില്ലാതെ നിൽക്കുന്ന പലതും ജീവിതത്തിൽ ഉണങ്ങിപ്പോകാൻ പോവുകയാണ്. അതിൻ്റെ മേലൊരു ശാപമുണ്ട്. അത് പോട്ടെ. സ്ഥലം പാഴാക്കുന്ന, സമയം പാഴാക്കുന്ന, റീസോഴ്സസ് പാഴാക്കുന്ന, പണം പാഴാക്കുന്ന സകലത്തെയും കർത്താവ് ശപിക്കുകയാണ്. നാളെ ഞാൻ കൂടുതൽ കാര്യങ്ങൾ പറയും. യേശുവിൻ്റെ നാമത്തിൽ അങ്ങനെയുള്ളതെല്ലാം ജനങ്ങളുടെ ജീവിതത്തിൽ ഉണങ്ങിപ്പോകട്ടെ, അനാവശ്യമായത് ഉണങ്ങിപ്പോകട്ടെ എന്ന് ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ഫാദർ, താങ്ക് യു ജീസസ്. ചില സിസ്റ്റുകൾ, ചില വേരിറക്കി കിഡ്നികളിലോ യൂട്രസിനകത്തോ പുറത്തോ മറ്റ് ചില സ്ഥലങ്ങളിലൊക്കെ സിസ്റ്റുകൾ വളർന്ന് ശരീരത്തെ വല്ലാതെയാക്കി കളയുന്ന ആ സിസ്റ്റുകൾ അത്തിവൃക്ഷത്തെ ശപിച്ചതുപോലെ യേശുവിൻ്റെ നാമത്തിൽ ഞാനിപ്പോൾ അതിനെ ശപിക്കുന്നു. ജനങ്ങളുടെ ശരീരത്തിൽ അത് ഉണങ്ങിപ്പോകട്ടെ യേശുവിൻ്റെ നാമത്തിൽ. രോഗങ്ങൾ കരിഞ്ഞു പോകട്ടെ യേശുവിൻ്റെ നാമത്തിൽ. അതിൻ്റെ മേൽ കിടക്കുന്ന ശാപം ഇപ്പോൾ ഉണക്കായി ബാധിക്കട്ടെ, അത് മാറിപ്പോട്ടെ. താങ്ക് യു ഫാദർ. കർത്താവ് ഓരോരുത്തരെ അനുഗ്രഹിച്ചതിനായി നന്ദി. അതുകൂടാതെ പുകവലി പോലെ, മദ്യപാനം പോലെ, മയക്കുമരുന്നിൻ്റെ ഉപയോഗം പോലെ, അഡിക്ഷൻസ് പോലെയുള്ളതും യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ പൂർണ്ണമായി യേശുവിൻ്റെ നാമത്തിൽ അങ്ങനെയുള്ളതും ഉണങ്ങിപ്പോകട്ടെ. താങ്ക് യു ഫാദർ. കർത്താവ് പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. കർത്താവിലെല്ലാവരും ധാരാളമായി
അനുഗ്രഹിക്കട്ടെ. നാളത്തെ മോർണിംഗ് ഗ്ലോറിയിൽ വീണ്ടും കാണാം. എല്ലാവർക്കും ഇത് അയച്ചു കൊടുക്കണം. ബൈ.